ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കേസ് ഡയറി ഒരു 30-35 പ്രായം വരുന്ന ഒരു ലേഡിയുടെ കേസാണ്. ഈ ലേഡി ആകെ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇതേപോലത്തെ ഒരുപാട് പേര് സെയിം കേസുകളായിട്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കോഴിക്കോടും കണ്ണൂരും മലപ്പുറമൊക്കെയാണ് ഞാൻ കേസുകൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി മലപ്പുറം ഭാഗത്തേക്കൊക്കെയാണ് ഇങ്ങനത്തെ കേസുകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് ഇതിൽ 1-2 പേഷ്യൻസ് തന്നെ പറഞ്ഞു, മാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ വീഡിയോസും കൂടി മാം ചെയ്യണം, എന്നാലേ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു പരിഹാരമാവുള്ളൂ, ആൾക്കാർക്ക് ഇതിനൊക്കെ പറ്റി അറിയുള്ളൂ, മനസ്സിലാവുള്ളൂ, എന്നാലേ പള്ളിയിൽ നിന്നും പള്ളി കമ്മിറ്റിയിൽ നിന്നും കാസിയൊക്കെ ഇതേപോലത്തെ കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ഒരു കേസിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഭർത്താവ് ഇവളെ 1-ാം തലാക്ക് ചൊല്ലിയതാണ്. 2ാമത്തെ തലാക്കോ 3ാമത്തെ തലാക്കോ ചൊല്ലിയിട്ടില്ല. അപ്പോൾ മുസ്ലിം ലോ പ്രകാരം 3 തലാക്കും കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു സ്ത്രീക്ക് വേറൊരു മാരേജ് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷെ ഭർത്താവ് 1ാമത്തെ തലാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയി വേറെ കല്യാണം കഴിച്ച ഒരു കേസാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോ പ്രകാരം ഒരു ലേഡീനെ കല്യാണം കഴിച്ചാൽ 1ാമത്തെ തലാക്ക് ചൊല്ലി അത് കഴിഞ്ഞ് ഇത്ര പീരീഡ് കാത്തു നിന്ന് 2ാമത്തെ തലാക്ക് ചൊല്ലി 3ാമത്തെ തലാക്കിന് മുന്നേ എന്തെങ്കിലും മധ്യസ്ഥ ചർച്ചകളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പൈസയോ ഗോൾഡോ ചെലവിനോ എന്തെങ്കിലും കൊടുക്കാനുള്ളതിലേക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ധാരണയാക്കി വിറ്റ്നസ്സുകളൊക്കെ നിന്ന് ഒപ്പിട്ട് അതിലൊരു ധാരണ ആക്കിയതിന് ശേഷം 3ാമത്തെ തലാക്കും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഭർത്താവ് 2ാമത് വിവാഹം കഴിക്കേണ്ടത്. അപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും 2ാം വിവാഹം 3ാം വിവാഹം ഈ മുസ്ലിംസിന് 4 വിവാഹം വരെ കഴിക്കാം. പക്ഷെ ആദ്യത്തെ ഭാര്യേൻ്റെ സമ്മതമോ NOCയോ കിട്ടിയിട്ടോ ഒന്നും അല്ല 2ാമത്തെയും 3ാമത്തെയും ഒന്നും കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നബിയൊക്കെ ഇത്രയും കല്യാണം കഴിച്ചിട്ടില്ലേ എന്നൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ആൾക്കാർ പറയും. പക്ഷെ നബി സെക്സിന് വേണ്ടിയിട്ടോ പല ആൾക്കാരുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ പെണ്ണുങ്ങളോട് താല്പര്യം ഉണ്ടായിട്ടോ ഫ്ലേർട്ടായിട്ടോ അങ്ങനെ ഒരു വുമണൈസർ ആയിട്ടോ ചെയ്തിട്ടുള്ളതല്ല. ഓരോ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ സ്ത്രീനെ ഭാര്യയായിട്ട് കണ്ട് പ്രായത്തിൽ കൂടിയ സ്ത്രീനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കല്യാണം കഴിച്ചൊക്കെയാണ് നമ്മൾ കണ്ട ചരിത്രം. പക്ഷെ ഒരുപാട് ആൾക്കാർ അത് പാലിക്കുന്നില്ല. അതേപോലെ തന്നെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സാധനം ഇന്നും പല ഏരിയകളിൽ സ്ത്രീധനത്തിന് കണക്ക് ചോദിച്ച് പറഞ്ഞ് മേടിക്കുന്ന ഒരു രീതിയും, കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടിക്ക് നീ കൊണ്ടുവന്നത് പോരാന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കുന്നതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരുപാടുണ്ട്. പുരുഷന്മാര് ഇങ്ങനത്തെ റൂൾസ് ഫോളോ ചെയ്യാതെ, ടൈം ബൗണ്ട് പീരീഡ് ഫോളോ ചെയ്യാതെ 1ാം തലാക്ക് 2ാം തലാക്ക് 3ാം തലാക്ക് ഒക്കെ ഒരുമിച്ച് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ഫോണിൽ കൂടെയോ ലെറ്റർ വഴിയോ വിളിച്ചിങ്ങാട്ട് നിന്നെ ഞാൻ 1ഉം 2ഉം 3ഉം തലാക്ക്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തലാക്ക് 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 എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലാക്ക് ആവില്ല. ഇന്ത്യൻ നിയമപ്രകാരം അതിനെ നമ്മൾ മുത്തലാക്ക് എന്ന് പറയുന്നത് അത് ശിക്ഷാർഹമായ ഒരു കുറ്റാണ്. ഇപ്പോൾ അങ്ങനെയാണ് കോടതിയിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ ഉള്ള ഒരു ലോ പ്രകാരം അത് ശിക്ഷാർഹമാണ്. നമുക്ക് കേസ് ഡയറിയിലേക്ക് കടക്കാം. ഈ പെൺകുട്ടി വളരെ നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിച്ച് അവർ വേണ്ട പോലെ ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇനി എൻ്റെ കുട്ടിക്ക് അവിടെ ഗോൾഡ് കൊടുക്കാത്തതിനെ കൊണ്ട് പ്രശ്നം വേണ്ടെന്ന് വെച്ച് ഈ കുട്ടീൻ്റെ ഉപ്പ ഗോൾഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് പോയ ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഡെലിവറി, അതായത് ആദ്യമായി ഈ കുട്ടി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവർക്ക് 3 പെൺകുട്ടികളാണ് ഉള്ളത്. ഈ ലേഡിക്ക് ഫസ്റ്റ് പ്രഗ്നൻസീൻ്റെ ടൈമിലുണ്ടായ ഒരു ഇഷ്യൂ പറയാം. അധിക ആണുങ്ങളും ഭാര്യമാർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അവിഹിതത്തിന് പോവുക, ചാറ്റിന് പോവുക, വേറെ പെണ്ണുങ്ങളെ തേടി പോവുക, സെക്ഷൽ ലൈഫ് ഇവിടെ പ്രോപ്പർ അല്ലാത്തതിനെ കൊണ്ടിട്ട് അങ്ങനത്തെ അവിഹിതങ്ങൾ ഉണ്ടാക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ പ്രഗ്നൻസി കഴിഞ്ഞ്, അതായത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ആ ഒരു കാലയളവിൽ വേറെ ബന്ധങ്ങൾ വെക്കുക, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇത് ശരിയോ തെറ്റോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യമാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ അവിഹിതത്തിന് പോയ കഥകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഭാര്യേൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതിനെ കൊണ്ടാണോ, സെക്സ് കിട്ടാത്തതിനെ കൊണ്ടാണോ, ഭാര്യ ഇല്ലാതെ ഫ്രീ ടൈം ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒറ്റപ്പെടൽ നികത്താൻ വേണ്ടി പോയിട്ട് പിന്നെ കുടുങ്ങി പോകുന്നതാണോ, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യലായ പേഴ്സണാലിറ്റീസ് പോലത്തെ ഭർത്താക്കന്മാർ ആ ഒരു സമയം മുതലെടുത്തിട്ട് വെറുതെ ഒരു രസത്തിന് പോയി പ്രേമിച്ച് പിന്നെ കുടുങ്ങുന്നതാണോ എന്നൊന്നും
എന്നൊന്നും നമുക്ക് അറിയില്ല. ഈ കേസിൽ ആദ്യമായിട്ടുള്ള പ്രഗ്നൻസി ടൈമിൽ ഭർത്താവ് 2 സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്തത് ഈ ലേഡി പിടിക്കുകയാണ്. അപ്പോൾ ഈ ലേഡി ആദ്യം ചോദിച്ചു, ഇത് ഏതാ പെൺകുട്ടി, നിങ്ങൾ എന്തിനാ അങ്ങനത്തെ ആൾക്കാർക്ക് ചാറ്റ് ചെയ്യുന്നത്, എന്തിനാ ഇതിൽ റൊമാൻറ്റിക് ചാറ്റുകൾ ഉണ്ടല്ലോ, സെക്ഷൽ ചാറ്റുകൾ ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആയതിനെ കൊണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ അതിനെ കൊണ്ടിട്ട് സെക്സ് കിട്ടാനിട്ടാണോ നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് അയാൾ സമ്മതിക്കുകയൊക്കെ ചെയ്തത്. എന്താ വെച്ചാൽ വിത്ത് എവിഡൻസ് കയ്യോടുകൂടി പൊക്കല്ലേ. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഇവളോട് ഭയങ്കരമായി കരഞ്ഞ് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ലാസ്റ്റ് ഇത് സ്വന്തം പാരൻസിനോടോ സിബ്ലിങ്സിനോടോ ആരോടും പറയാതെ, ഒരു ഫ്രണ്ടിനോട് പോലും പറയാതെ, എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നന്നാവും, എന്നിട്ട് മൂപ്പര് ബാക്കിയുള്ളവർ ആ ഒരു കണ്ണിലൂടെ കാണൂലേ, എൻ്റെ മക്കളൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമല്ലേ ഭാവിയിൽ എന്നൊക്കെ വിചാരിച്ച് ഇവളിത് ആരോടും പറയാണ്ട് മൂപ്പർക്ക് മാപ്പ് കൊടുത്തു. അങ്ങനെ മുന്നോട്ടേക്ക് കുറച്ച് കാലം പോയി. ഒന്നാമത്തെ കുട്ടി ആയതിന് ശേഷം ആ കുട്ടിയായിട്ടുള്ള ബന്ധം, ആ കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പാരൻറ്റിങ്ങിലൊക്കെ ഇവർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവളെപ്പോഴും പറയും മൂപ്പര് വർക്കിന് പോവുകയാണെങ്കിലും എന്തെങ്കിലും പൈസ കളക്ഷന് പോവുകയാണെങ്കിലൊക്കെ നമ്മളെ കൂടെ കൂട്ടും, എന്നിട്ട് നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും, ഞാൻ കാറിൽ തന്നെ കൂടെ തന്നെ ഇരിക്കും. ഒരു കുട്ടിയായിരുന്നപ്പോഴും നമ്മളെപ്പോഴും കൂടെ തന്നെ ആയിരുന്നു. രണ്ടാമതൊരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ അടിയാവാൻ തുടങ്ങിയപ്പോൾ സമാധാനക്കേട് തുടങ്ങി. വീട്ടിലേക്ക് വരാൻ തന്നെ സമാധാനമല്ലേ, മൂന്നാമത്തെ കുട്ടിയായപ്പോൾ വീട്ടിലേക്ക് തീരെ വരാൻ എനിക്ക് സമാധാനമല്ലേ, വീട്ടിൽ സമാധാനമല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭാര്യനോട് ഇയാൾക്ക് ഭയങ്കര സ്നേഹം കുറഞ്ഞ പോലെയും വീട്ടിൽ ഇഷ്യൂ ഉള്ള പോലെയും ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കാത്ത പോലെയും പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഭാര്യക്ക് പരാതികൾ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ചിലപ്പോൾ അത്ര വലിയ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ പ്രശ്നങ്ങളും ചെറിയ ചെറിയ കച്ചറകളും അടികളും ഒക്കെ തീർക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഒച്ചയും വിളിയും ഒക്കെ ഉണ്ടാവും, സമാധാനക്കേട് വരും. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾ മുന്നോട്ടേക്ക് പോയി, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. ഒരു കുട്ടികളിലോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ പോലെ അങ്ങനെ ഒരു ഭയങ്കരമായ ഗ്യാപ്പൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ, അതായത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇയാൾ 2 പേർക്ക് ചാറ്റ് ചെയ്തു. വേറെ വല്ല കാര്യം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അവിഹിതം ഉണ്ടോ, ഡയറക്റ്റ് പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഈ 2 ചാറ്റ് ചെയ്തു, അയാൾ മാപ്പ് പറഞ്ഞു, ഇവള് ക്ഷമയും കൊടുത്തു. രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇയാൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 6 മാസം, അതായത് ഡെലിവറി കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാളുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇവളോട് പറഞ്ഞു, നീ ടെൻഷനൊന്നും ആവണ്ട, ഒരു കാര്യമുണ്ട്, മൂപ്പര് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവളാകെ ഭയങ്കര ഷോക്കായി. ഈ പ്രഗ്നൻസി ആവാൻ തന്നെ നമുക്ക് ഭയങ്കര പേടിയായിപ്പോൾ. എന്താ വെച്ചാൽ ആദ്യത്തെ പ്രഗ്നൻസി ടൈമിൽ ഇയാൾക്ക് 2 ചാറ്റ് പിടിച്ചു. രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇയാൾ വേറെ കല്യാണം പോയി കഴിച്ചു. അപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഇയാൾക്ക് അവിഹിതം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ആ അവിഹിതത്തിൽ ഇയാൾ ലോക്കായിട്ടുണ്ടാവും. ചിലപ്പോൾ ആ സ്ത്രീ മുറുകെ പിടിച്ചിട്ടുണ്ടാവും. ഇവളെ ഒഴിവാക്കാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ച് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലൊക്കെ ചിലപ്പോൾ അയാൾ എത്തിയിട്ടുണ്ടാവും. എന്താണ് അയാളുടെ ഭാഗം എന്ന് നമുക്കറിയില്ല. എൻ്റെ അടുത്ത് ഈ പെൺകുട്ടീൻ്റെ പേരൻസ് മാത്രമാണ് വന്നത്, ഭർത്താവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഭർത്താവിൻ്റെ സൈഡ് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു. അപ്പോൾ ആ കുട്ടി, രണ്ടാമത്തെ കുട്ടീനെ ഡെലിവറി കഴിഞ്ഞ് ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് ഇയാൾ വേറെ പോയി കല്യാണം കഴിച്ച വിവരം ഇയാൾ പറഞ്ഞു. ഇയാൾ അതിന് ശേഷം ഇവളെ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞു, സോറിയൊക്കെ പറഞ്ഞു. ഈ പാവം പെൺകുട്ടി അതും മാപ്പ് കൊടുത്തു. ഇനിയിപ്പോൾ എന്താക്കാനാണ്, സാരമില്ല, തെറ്റു പറ്റി പോകുന്നല്ലായിരുന്നു. കുടുംബത്തിലെല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇവള് മാപ്പ് കൊടുത്തു. ഇവളുടെ പാരൻസ് ഒക്കെ പറഞ്ഞു, ഇവനെന്തിൻ്റെ കേടവനെന്തിനാ അങ്ങനെ പോയി കല്യാണം കഴിച്ച്, അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും 2 ഭാര്യനെയും കുട്ടീനെയും പോറ്റാനൊന്നുള്ള കഴിവൊന്നും ഇവനില്ല, ഇവന് എന്തോ ഇതിൽ പോയി പെട്ടത് തന്നെയാണ്, ഇത് എന്തോ ഒരു അവിഹിതത്തിൽ പോയി പെട്ടിട്ട് കിട്ടിയതാണ്, അല്ലാണ്ട് നിൻ്റെ കുറവോ കാര്യത്തിനു വേണ്ടി ഒരു സ്ത്രീയിൽ നിന്ന് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിനെ കൊണ്ടോ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടതിനെ കൊണ്ടോ ഒന്നാമത്തെ ഭാര്യയ്ക്ക് ഇപ്പോൾ വല്ല മാനസിക രോഗമോ കാര്യങ്ങളോ ഉണ്ട്, അവളെ കൊണ്ടിട്ട് ഒരു ഭാര്യ എന്നുള്ള റോള് നികത്താൻ പറ്റൂലെങ്കിൽ വേറൊരു കല്യാണം പോയി കഴിക്കുക, പള്ളിയിലെ കാസീനോടും വീട്ടുകാരോടൊക്കെ സമ്മതം ചോദിച്ച് വേറൊരു കല്യാണം, ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടില്ല. ഇതൊരു സുപ്രഭാതത്തിൽ പോയി കല്യാണം കഴിച്ചിട്ട് ഫ്രണ്ടിനെ കൊണ്ട് വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വീട്ടുകാർക്ക് അത് യോജിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവളൊരു പാവം കുട്ടിയെ കൊണ്ടിട്ട് ഇവൾ അതിനും മാപ്പ് കൊടുത്തു. അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഇവൾ 3ാമതും പ്രഗ്നൻ്റ് ആയി. ഇവൾ 3ാമത് പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഇയാൾ പിന്നെ ഈ കുട്ടിക്ക് ഇപ്പോൾ കുറച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. ഇയാൾ 2 വർഷമായി ഇയാൾ ഈ പ്രഗ്നൻ്റ് ആയത് തൊട്ടിട്ട് ഒരു 5-6 മാസം വരെ ഇവളെ കാണാനും വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ 2 വർഷമായിട്ട് അയാളുടെ യാതൊരു വിവരവും ഇല്ല. അയാൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യേൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയാം. അയാൾക്ക് ഇനി വേറെ വല്ല വിഹിതം ഉണ്ടായോ, മറ്റവളെ ഒഴിവാക്കിയോ, അല്ലെങ്കിൽ
എന്തുകൊണ്ടാണ് വരാത്തതെന്നൊന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇപ്പം 2 വർഷമായിട്ട് ഇവർ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. അയാളുടെ നമ്പർ ഞങ്ങൾക്ക് ക്ലിനിക്കിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്തു. വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഇവർക്ക് തലാക്ക് ചൊല്ലിയിട്ട് ഇയാൾക്ക് പൊയ്ക്കൂടെ, എന്തിനാ ഇവളെങ്ങനെ കുടുക്കിയിട്ടിട്ട് ചെയ്തേക്കണത്. ഒരു തലാക്ക് മാത്രം ചൊല്ലി. 3ാമത്തെ കുട്ടി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഒരു തലാക്ക് ചൊല്ലി. ഇവളെ ഒരു തലാക്കിൻ്റെ ലെറ്റർ, ഞാൻ നിന്നെ 1ാം തലാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തപാൽ വഴി ഒരു ലെറ്റർ ഇവക്ക് അയക്കായിരുന്നു. 2ാമത്തെ 3ാമത്തെ തലാക്ക് ലെറ്റർ കിട്ടാത്തതിനെ കൊണ്ട് ഇവക്ക് ഇത് കോടതിയിൽ കൊടുത്തിട്ട് ഡിവോഴ്സ് മേടിക്കാനോ അല്ലെങ്കിൽ ഇവക്ക് വേറെ പോയി കല്യാണം കഴിക്കാനോ ഒന്നും പറ്റില്ല. ഇയാളെ ക്ലിനിക്കിൽ നിന്ന് വിളിച്ചപ്പോൾ ഇയാൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് കൗൺസിലിങ്ങിനൊന്നും വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുക, വേണമെങ്കിൽ അത് റെഡിയാക്കി എടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടും അയാൾ പ്രോപ്പർലി റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഈ ഒരു കേസിൽ ഈ പെൺകുട്ടിയുടെ പാരൻസ് പള്ളിയിലെ ഖാസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതൊക്കെയാണ്. നമ്മൾ മുസ്ലിം ലോ പ്രകാരം ഫസ്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അതായത് ചെക്കൻ 6 മാസത്തിൻ്റെ കൂടുതൽ ചിലവിന് കൊടുക്കാണ്ടിരിക്കുക, ഈ 3 പെൺകുട്ടികളെ നോക്കാണ്ട് ചിലവിനും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പെണ്ണിന് അയാളെ അങ്ങോട്ടേക്ക് ഫസ്ക് ചെയ്ത് ഒഴിവാക്കാം എന്നുള്ളൊരു സാധനം. പക്ഷേ നമ്മളെ നാട്ടിൻ്റെ ഒരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തലാക്ക് ചൊല്ലാനും ഒരു തലാക്ക് ചൊല്ലിയിട്ടിട്ട് ലോക്ക് ചെയ്തിട്ടിടുക, അയാൾ പിന്നെ വേറെ കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുക, എന്നിട്ട് ഈ പയ്യൻ വേറെ പോയി കല്യാണം കഴിക്കുക, 1, 2, 3, 4 കല്യാണം കഴിക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് കുറേ ആൾക്കാർക്കൊന്നും ഈ കാര്യം അറിയില്ല, പക്ഷെ ഇതിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തലാക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് ഖാസികളൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായും ഫസ്ക് ചെയ്യാന്ന് പറഞ്ഞത്, അതായത് പെണ്ണ് ചെക്കനെ ഒഴിവാക്കുക, പെണ്ണ് പുരുഷനെ ഒഴിവാക്കുക എന്ന് പറയുന്ന വലിയ എന്തോ ഒരു ക്രൈം പോലെ, അത് മതപരമായിട്ട് ആക്സെപ്റ്റബിൾ ആയ സാധനമാണെന്നുണ്ടെങ്കിലും പെണ്ണ് പുരുഷനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ ആനക്കാര്യവും, ആണ് തലാക്ക് ചൊല്ലുന്നത് അത്ര വലിയ കാര്യമില്ലാത്ത പോലത്തെ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ കാണുന്ന കേസുകളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇവള് എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ഇങ്ങനെ റെഡി ആവുന്നില്ല, സംസാരിക്കാൻ റെഡി ആവുന്നില്ല, അയാൾക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ട്, അയാൾ വേറെ എന്തെങ്കിലും ബന്ധത്തിലൊക്കെ പോയിട്ടുണ്ടാവും, അപ്പം നിന്നെയും കുട്ടീനെയും തിരിഞ്ഞു നോക്കുന്നില്ല, അപ്പോൾ ഇത്രയും കാലം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അതിനെപ്പോലും കാണാൻ വരാത്ത ഒരാളേനെ നിനക്ക് എന്തിനാണ്. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% കപ്പിൾസിനെ നമ്മൾ ഒരുമിപ്പിക്കാനേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ചില കപ്പിൾസ് തീരെയും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ വേഗം ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ വേറൊരു കല്യാണം കഴിച്ച് സെറ്റിലാക്കാനല്ലേ നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പോൾ അതേപോലെ ഞാനും ആലോചിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ടേക്ക് ഫസ്ക് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പള്ളിയിലൊക്കെ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് ഖാസീൻ്റെ നമ്പറൊക്കെ എനിക്ക് അയക്കാൻ പറഞ്ഞു. നിക്കാഹ് കഴിച്ചു കൊടുത്ത ഖാസീൻ്റെ നമ്പർ എനിക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിക്കാം, ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോടതിയിലേക്ക് കൊടുക്കാനുള്ള ഒരു ലെറ്റർ ഞാൻ തരാം, എന്നിട്ട് നീ ഡിവോഴ്സ് മേടിച്ചെടുക്കുക. ഇവളാണെന്നുണ്ടെങ്കിൽ ഇയാളുമായിട്ട് ഇവൾക്കൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി പോലത്തെ ഒരു സാധനമുണ്ട്. ഇയാൾ എന്തൊക്കെ തെറ്റു ചെയ്താലും സാരമില്ല, മതപരമായിട്ട് ഞാൻ ക്ഷമിച്ചു കൊടുക്കാം, മനസ്സിൻ്റെ നന്മയല്ലേ, ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭർത്താവല്ലേ, 3 പെൺകുട്ടികളെ വാപ്പയല്ലേ. ഇവക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പെൺകുട്ടികളെ മൂപ്പര് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ ഉപ്പ അത്യാവശ്യത്തിൽ റിച്ചാണ്, കുഴപ്പമില്ല, 3 പെൺകുട്ടികളെ നോക്കാനൊക്കെയുള്ള സാധനങ്ങളും വാടക വരുമാനങ്ങളൊക്കെ ഉപ്പ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. പൈസക്ക് വേണ്ടിയിട്ട് ഇവൻ്റെ വൈത്താലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവളുടെ ഉമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ, പൈസയും ചെലവിനൊന്നും തന്നിട്ടില്ലെങ്കിൽ എൻ്റെ മോളിങ്ങനെ കരിഞ്ഞ് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഇരിക്കണ കാണാൻ നമുക്ക് കഴിയൂല. അവൾ ഭയങ്കര ചിരിച്ച് കളിച്ച് ഉഷാറൊക്കെ ഉള്ള നല്ല പ്രസരിപ്പുള്ള ഒരു കുട്ടിയായിരുന്നു. മാഡം എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്നൊന്ന് റെഡിയാക്കി ഓളുടെ ഡിപ്രഷനൊക്കെ മാറ്റിയിട്ട് ഓൾ ഈ 3 കുട്ടികളെ നോക്കാനൊക്കെ ഉള്ള നല്ല രീതിയിലേക്ക് ആക്കി കൊണ്ടുതരണം എന്നൊക്കെ പറഞ്ഞ് ആ 3 കുട്ടികളൊക്കെ എനിക്ക് ഈ വീഡിയോ കോളിൽ കൂടെ കാണിച്ചൊക്കെ തന്നു. ഒരു ദിവസം വീഡിയോ കോളിൽ വിളിച്ചിട്ട് 3 കുട്ടികളെ 3 ചെറിയ പെൺകുട്ടികളൊക്കെ എനിക്ക് കാണിച്ച് ഹായ് ഒക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ കാണിച്ചു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു കേസിൽ അപ്പോൾ ഇവരും എന്നോട് പറഞ്ഞു, മാഡം ഈ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യണം, ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവണം എന്നൊക്കെ. ഈ ഒരു കേസ് ഡയറിയിൽ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ സുഖലോലുമങ്ങളും വിട്ട്, അതായത് നാട്ടിൽ എന്തൊക്കെ ഉടായ്പകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ വിട്ട് എനിക്ക് ഞാൻ നിനക്ക് നീ എന്നുള്ള പോലെ നമുക്കൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ജീവിച്ചു പോവാം, നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം, നമുക്ക് എന്നിട്ട് ജീവിച്ചു പോകാം എന്നൊക്കെ പറയുന്ന ഒരു പ്രോമിസാണ് മാരേജ്. അത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലത്തെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനത്തെ ഓരോ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുക, മതത്തിൻ്റെ ചില നൂലാമാലകൾ യൂസ് ചെയ്തിട്ട് വേറെ പോയി കല്യാണം കഴിക്കുക, ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കാണ്ടിരിക്കുക, നോക്കാണ്ടിരിക്കുക, മൈൻഡാക്കാണ്ടിരിക്കുക, ഫിസിക്കലി മെൻ്റൽ ടോർച്ചർ ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. 2ാമത് പോയിന്റ് പറയാനുള്ള വെച്ചാൽ, സ്വന്തം ഭർത്താവ് അത് ആരും ആയിക്കോട്ടെ, ഞാൻ സ്നേഹിച്ചു പോയ വ്യക്തിയായിക്കോ, നമ്മൾ ഒരു പ്രാവശ്യം സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പാടില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. പക്ഷേ
ആ ഒരു സാധനം നമ്മൾക്ക് ഇങ്ങനെ ടോക്സിക് ആയിട്ട് നമ്മുടെ ലൈഫിനെ കാർന്ന് തിന്നുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിനെ കുളമാക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളുടെ ഭാവി എനിക്ക് കുട്ടികളെ പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പിന്നെ അയാളെ വൈത്താല അതിൻ്റെ വൈത്താല പോവാതെ നിങ്ങൾ കുറച്ചൊന്ന് സെൽഫിഷായി, നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സെൽഫിഷ് എന്നുള്ള വേർഡ് നെഗറ്റീവായ വേർഡ് ആയിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷേ നമുക്കൊരു സെൽഫ് ലവ് എന്ന് പറയാം, അതിനെന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ ഒരു സെൽഫ് ലവ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തം കാര്യം നോക്കി സ്വന്തം കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വേറെ വല്ല ആൾക്കാർ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ മാരേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയെ, സെക്കൻഡ് മാരേജ് റീമാരേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയെ, അങ്ങനെ എന്തെങ്കിലും രീതിയിലേക്ക് ചിന്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയി കരഞ്ഞ് ഇവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനില്ല. ഈ കേസിൽ ആ വ്യക്തി എവിടെയോ എത്തി, കല്യാണം കഴിച്ച് അയാളുടെ ജീവിതത്തിൽ എന്താ നടക്കണമെന്ന് ഒന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പോയ ആൾക്കാരെ നമ്മൾ അങ്ങനെ സ്നേഹിച്ച് പിന്നെയും വൈത്താൽ, അതായത് നമ്മൾ പറയില്ലേ ഒരു കൊട്ട സ്നേഹം കൊടുത്തിട്ട് ഒരു അരക്കൊട്ട പോലും തിരിച്ചു തന്നില്ല എങ്കിൽ പിന്നെയും 10 കൊട്ട സ്നേഹം അങ്ങോട്ടേക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടത്തിമാരാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ താഴ്ത്താതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പള്ളി കമ്മിറ്റിയിലും കാസീനും കോടതിയിലും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതിൽ നിന്ന് ആ കുട്ടീനെ പുറത്ത് കൊണ്ടുവരും. ഇപ്പം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ എനിക്ക് ഇമോഷൻ വരുമ്പോൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യില്ല. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ. അപ്പോൾ ഈ കേസിൽ ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ആരാണോ, കസിൻസ് ആരാണോ, അല്ലെങ്കിൽ വീട്ടുകാരായാലും ഇവളതിൽ നിന്ന് മുക്തയാക്കി ഒരു നല്ല രീതിയിലേക്ക് ഒരു പീസ് ഓഫ് മൈൻഡ്, ക്വാളിറ്റി ഓഫ് ലൈഫിലേക്കുള്ളൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാരൻസ് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം. അല്ലാതെ എന്താ ഓളെ കഥ, ഓൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഓളെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും ആലോചിച്ചിരുന്ന് ഇങ്ങനെ കാലം ഇങ്ങനെ പോക്കല്ലേ. എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് വേഗം എത്താൻ നോക്കണം. ഞാൻ ഈ കേസിൽ സംസാരിക്കുകയും ഗാസിയായിട്ട് സംസാരിക്കുകയും അവളുടെ പ്രശ്നം തീർത്തു കൊടുത്തുമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഹിച്ച് ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. പള്ളി കമ്മിറ്റിയും കാസിമാരും കോടതിയും ഒക്കെ ഇതേപോലത്തെ കേസുകളിൽ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കിയാൽ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റി പബ്ലിക് അറിയണം. പബ്ലിക് അറിഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ വിഷമം സഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ അവരുടെ സോൾവായി അവർക്കും ഹാപ്പി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട സന്തോഷവും സമാധാനമാണ്. അത് വെച്ച് ജീവിക്കാൻ എല്ലാവർക്കും പറ്റണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കും കേസ് ഡയറിയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും അടുത്തൊരാഴ്ച വരാം.